മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഇരിക്കാം. വികാരിച്ചില്ലാതെ വെച്ച മക്കളെ, അല്പസമയം നിങ്ങളോട് ഈ പ്രോഗ്രാമിനെ പറ്റി സംസാരിച്ച് മനസ്സിലാക്കി തരുവാനാണ്. നിങ്ങൾ കണ്ട ഒരു ഗ്രൂപ്പ് കാൽനടയായിട്ട് അതിവിടെ വന്ന് നിങ്ങളവരെ സ്വീകരിച്ചു. ഇനി ആദ്യമേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജെയിംസ് മഞ്ഞാട്ട്. ഒരു പക്ഷേ നിങ്ങൾ എന്നെ യൂട്യൂബിൽ കൂടിയോ ഷെക്കീനായ പ്രോഗ്രാമിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കാം. അത് കഴിഞ്ഞ 51 വർഷമായിട്ട് കേരളത്തിൽ ഉടനീളം വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാള്. ഇടയ്ക്ക് കഴിഞ്ഞതുപോലെ ചില ഔചാരികമായ സംഭവം വന്നതുകൊണ്ട് കേരളത്തിൽ പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ 25 വർഷത്തോളം യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു. എങ്കിലും ഇടയ്ക്കിടെയൊക്കെ നാട്ടിൽ വരികയും പ്രോഗ്രാമുകൾ നടത്തുകയും ചെയ്തിരുന്നു. എൻ്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു പക്ഷേ പലരും മഞ്ഞമ്മയിലൊക്കെ വെച്ച് എൻ്റെ ധ്യാനത്തിൽ കൂടി വരികയാണ്. ഇവിടെ അടുത്തുള്ള പല ഇടവകളിലും ഞാൻ മഞ്ഞമ്മയിലായിരുന്നപ്പോൾ വന്ന് ധ്യാനം നടത്തിയിട്ടുണ്ട്. കണ്ണൂരം തോൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി മുണ്ടഞ്ചേരിയുമായിട്ട്. അപ്പോൾ ഇംഗ്ലീഷ് എന്തെങ്കിലും കുറച്ച് പേരെങ്കിലും അറിയുന്നവരും വേറെ ചെറിയൊക്കെ മാറികൾ കണ്ടുമുട്ടി എനിക്ക് ഇമെയിൽ അയക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടുകൂടി ആദ്യമായിട്ട് ദേവാലയത്തിൽ വരുന്നതും ആദ്യമായിട്ടാണ് വികാരിച്ചിനെ ഞാൻ കാണുന്നത്. അത് മറ്റ് ഇടവേള പലർക്കും പോയിട്ടുള്ളത് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കാണപ്പെടുന്നത്. ഏറെ സന്തോഷത്തോടു കൂടിയാണ്. ഇവരെന്തിനാണ് ഈ കാലങ്ങളിലായിട്ട് വന്നത് എന്ന് ഒരു ബോധവൽക്കരണത്തിന്. എന്താണ് ആ ബോധവൽക്കരണം? അതാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു വർഷം കേട്ട് കാണുമായിരിക്കും 2033 ഒരു മഹാജൂബിലി ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ ലേവ്യരുടെ പുസ്തകം 25-ലാണ് ആ ജൂബിലിയെ പറ്റി പറയുന്നത്. നമുക്കറിയാം, ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ സാബത്ത് ദിവസമാണ്. അല്ലെ, 6 ദിവസം ജോലി ചെയ്യുന്നു, 7-ാം ദിവസം വിശ്രമിക്കുന്നു. അതാണ് സാബത്ത് എന്ന് പറയുന്നത്. അങ്ങനെ കൂടുന്ന സാബത്ത് വർഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 6 വർഷം ജോലി ചെയ്യും, 7-ാം വർഷം അവർ വിശ്രമിക്കും. പിന്നെ ഉത്തരപ്പെടുക തീർക്കുക, ക്ഷമിക്കാനുള്ളത് ക്ഷമിക്കുക. ഒരു നവീകരണം പോലെ. വിശ്രമം എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രമല്ല, ആത്മാവിനും കൂടിയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സാബത്ത് വർഷം. ഇനി അതിനുശേഷം ജൂബിലി എന്ന് പറയുന്നത് 49 വർഷം കഴിയുമ്പോഴുള്ളതാണ്. അതാണ് 50-ാം വർഷം. അപ്പൊ 50-ാം വർഷം, അപ്പൊ 7 എന്ന് പറയുന്നത് ഒത്തിരി പ്രാധാന്യം ഉണ്ടാവുക അല്ലേ. ഒന്ന്, ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകുന്നത്, സാബത്ത് ദിവസം പോയി കടം തീർക്കണം എന്ന് നമുക്കറിയാം. അത് പോയേ മതിയാവുന്നെങ്കിൽ പാപമാണെന്ന് നമുക്കറിയാം. 7 ഉരാശകൾ നമുക്കുണ്ട് ഇല്ലേ. 7 നമ്പർ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു നമ്പറാണ്. അപ്പോൾ അങ്ങനെ 49 വർഷങ്ങൾ കൂടുമ്പോൾ അടുത്ത വർഷം ജൂബിലി വർഷം. അതാണ് 50-ാം. ഈ ജൂബിലിക്ക് പല പല അർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ തിരിച്ചറിയലുണ്ട്. ഉദാഹരണമായിട്ട് ചിലപ്പോൾ 10-ാം വർഷം കൂടുമ്പോൾ ചില ജൂബിലി വൈദികർക്ക് പട്ടണിക്കുകൾ ആഘോഷിക്കാറുണ്ട്. 25 വർഷം ആകുമ്പോൾ നമുക്കറിയാം ജൂബിലി ആഘോഷിക്കും. 50 വർഷം ആകുമ്പോൾ ജൂബിലി ആഘോഷിക്കും. കഴിഞ്ഞ വർഷം എന്റെ ഗോൾഡൻ ജൂബിലി അത് ആഘോഷിച്ചു. 50 വർഷമായി ഞാൻ വൈദികനായിട്ട്. പിന്നെ 70, 75 ഇങ്ങനെ പോകുന്നു. പ്രിയമുള്ളവരെ, ജൂബിലി ആഘോഷത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ അത് ഒരു തിരിച്ചു വരുന്നതിന് സമയമാണ്. എന്ന് പറഞ്ഞാൽ പഴയ ആ ജീവിത രീതിയിലേക്കൊന്ന് മാറ്റിയിട്ട് പഴയ ജീവിത രീതികൾക്കുണ്ടായ തെറ്റുകൾ തിരുത്തിയിട്ട് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുക. അതാണ് ഓരോ ജൂബിലിയും വഴിയായിട്ട് അർത്ഥമാക്കിയത്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ വർഷം 50 വർഷം കഴിഞ്ഞു എന്റെ പൗരോഹിത്യം കഴിഞ്ഞിട്ട്. അപ്പോൾ എന്റെ തെറ്റുകളെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് നല്ല പ്രസാരം നിർത്താനും നല്ലൊരു മാറ്റം വരുത്തി ഒരു പുതിയ കാൽവെപ്പ് അടുത്ത വർഷത്തേക്ക് കടത്തുവാനും. ഇനിയും പ്രിയമുള്ളവരെ, ഞാൻ പറയുവാൻ കാരണം നമ്മുടെ വലിയ മഹാജൂബിലി ആഘോഷിച്ചു 1000 വർഷം തികഞ്ഞപ്പോൾ, ക്രിസ്താബ്ദം 1000. അതിനുശേഷം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് കുറെ പേർക്കെങ്കിലും അത് ക്രിസ്താബ്ദം 2000-ൽ നമ്മൾ ഒരു വലിയ ജൂബിലി ആഘോഷിച്ചു. നിങ്ങൾക്ക് ചിലർക്ക് ഓർമ്മയുണ്ടായിരിക്കാം, അന്ന് യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പ മുട്ടുമേൽ നിന്നുകൊണ്ട് ലോകത്തോട് മുഴുവൻ ക്ഷമ ചോദിച്ചത്. എല്ലാ ജാതിക്കാരോടും എല്ലാ മതക്കാരോടും എല്ലാ ക്രിസ്ത്യാനികളോടും അത് ക്ഷമ ചോദിച്ചുകൊണ്ട്, അതായത് ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിച്ച ഒരു അവസരമാണ്. അങ്ങനെ മാപ്പ് ചോദിച്ച പഴയ കടങ്ങളെല്ലാം തീർത്ത് ഒരു പുതിയ ശതാബ്ദത്തിലേക്ക് കടക്കുവാൻ, അതായത് 2001 കടക്കുവാൻ അങ്ങനെ ആഘോഷിച്ചു. ഇനി 2000 ആണ്ടിൽ നമ്മൾ ആഘോഷിച്ചത് യേശുക്രിസ്തുവിന്റെ 2000-ാം ആണ്ട്
ജന്മദിനം, രണ്ടാം ജന്മദിനം, 2000 കൊല്ലം കഴിഞ്ഞു ഈശോയുടെ ജന്മത്തിന്റെ ജൂബിലിയാണ്. എന്നാൽ അതിനേക്കാൾ മഹത്തരമായ ഒന്നാണ് ഈശോയുടെ കുർബാനയുടെ സ്ഥാപനം, പങ്കപ്പാട്, പീഡാനുഭവം, കുരിശു മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം ഇവയെല്ലാം. ഇത് 2033-ലാണ് 2000 കൊല്ലം കഴിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ ലോകത്തിൽ 33 വർഷം ജീവിച്ചു. ആ 30 വർഷം നമുക്കറിയാം രഹസ്യ ജീവിതം, 3 വർഷം പരസ്യ ജീവിതം. ഈ പരസ്യ ജീവിതത്തിലാണ് വലിയ വലിയ സംഭവങ്ങൾ നടന്നത്. കണിശമായിട്ട് യേശുവിന്റെ ജനനം വലിയ സംഭവമായിരുന്നു. അത് നമ്മൾ ആഘോഷിച്ചു. ഇനി അടുത്തു വരാൻ പോലും അതിലും വലുതാണ്. ഈശോ വന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, നമ്മോടുകൂടി ആയിരിക്കാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ വലിയ നാമം എന്താണ്? ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അതിനുവേണ്ടിയാണ് നമുക്കറിയാം പെസഹ വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ പീഡാനുഭവത്തിന്റെ തലേ ദിവസം വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അപ്പോൾ 2033 പെസഹ വ്യാഴാഴ്ചയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് 2000 കൊല്ലം കഴിയുന്നത്. ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മോടുകൂടി എപ്പോഴും ആയിരിക്കാനും നമ്മോടൊത്ത് സഞ്ചരിക്കുവാനും ഈശോ തീരുമാനിച്ചുകൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുർബാന സ്ഥാപിച്ചതും അതുപോലെ വൈദിക പട്ടം സ്ഥാപിച്ചതുമെല്ലാം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ് 2033. അതിനുശേഷം അത് നമുക്കറിയാം ഏറ്റവും വലിയ സംഭവം എന്താണ്? യേശുക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷ കിട്ടി. ഹല്ലേലൂയ, നമ്മൾ രക്ഷ പ്രാപിച്ചവരാണ്. ആ രക്ഷ നേടിയത് ആ കുരിശിലെ യാഗത്തിലൂടെയാണ്. അപ്പോൾ ആ കുരിശിലെ യാഗത്തിലേക്കുള്ള ആ പീഡാനുഭവം, വേദനയോടുള്ള യാത്ര, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ വേണ്ടിയും ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മരിച്ച ആ വലിയ സംഭവത്തിന്റെ ആ വലിയ ബലിയുടെ അതാണ് ബലി നമുക്ക് പറയാൻ സാധിക്കും. ആ ബലി തന്നെയാണ് ഓരോ ദിവസവും ഓരോ പുരോഹിതനും പള്ളിയിൽ അർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അച്ഛന്റെ കുർബാനയല്ല, അഞ്ചുവച്ചന്റെ അല്ല, മഞ്ഞാക്കച്ചന്റെ കുർബാനയല്ല, പിന്നെയോ ഈശോയുടെ കുർബാന, ഈശോയുടെ ബലി. കയ്യത്തിൽ എല്ലാവരും സ്തുതിക്കാം. ഞങ്ങൾ അല്പങ്ങൾ മാത്രം അയാൾക്ക് കർത്താവ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈശോയുടെ ആ ബലി ആ കാൽവരിയിൽ അർപ്പിച്ചപ്പോൾ മുതൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആവർത്തിക്കാൻ പറ്റില്ല. കർത്താവിന്റെ ബലി ആർക്കും ആവർത്തിക്കത്തില്ല. അത് കർത്താവിന്റെ ബലി തന്നെയാണ്. ആ ബലി അത് തുടരുകയാണ് ഓരോ വൈദികന്റെയും കരങ്ങളിലൂടെ, ഓരോ അൽത്താരയിലും. അത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു വിശുദ്ധ അതായത് കുർബാനയുടെ സമയത്ത് അല്ലെങ്കിൽ അൽത്താരയില് അല്ലെങ്കിൽ പിറകിൽ ഒരു കുരിശും വെക്കാറുണ്ട് നമ്മൾ കുർബാനയ്ക്ക്, ആ ദിവബലിക്ക്. എന്തിനെന്നറിയാമോ? ഈ നടക്കുന്നത് ഈശോയുടെ കാൽവരിയിലെ ബലിയാണ് നമ്മളെ ഓർമ്മിപ്പിക്കാൻ. ഹല്ലേലൂയ. അപ്പൊ ഈ സംഭവത്തിന്റെ 2000 വർഷം തികയുന്ന ജൂബിലിയാണ് 2033. വലിയ സംഭവമാണ് അല്ലേ? അതുവരെ മനുഷ്യൻ ആരും യേശുവിന്റെ രക്തത്തിലൂടെ കൃപയിലൂടെ രക്ഷ പ്രാപിച്ചിട്ടില്ലായിരുന്നു. അതെ, അന്ന് മുതലാണ് അത് മനുഷ്യൻ രക്ഷയിലേക്ക് വരുന്നത്. യേശുവിന്റെ രക്തത്തിലൂടെയാണ് രക്ഷിക്കപ്പെട്ടത്. അന്നാണ് അത് യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ തുടങ്ങിയത്. നമുക്കറിയാം, ശതാധിപൻ ആ കുരിശിനെ ചൂടുന്നവൻ, യേശുവിനെ ക്രൂശിക്കാനായിട്ട് അത് മുൻനിരയിൽ നിന്ന ശതാധിപൻ ഏറ്റുപറയുന്നത് സത്യമായ ദൈവപുത്രനായിരുന്നു. ഹല്ലേലൂയ. ആ സംഭവം അന്ന് മുതൽ ഇന്ന് വരെ അത് നമ്മൾ യേശുക്രിസ്തു നമ്മുടെ ഏക രക്ഷകൻ കർത്താവാണെന്ന് ഏറ്റുപറയുന്നു. അങ്ങനെയാണ് നമ്മുടെ രക്ഷയിലേക്ക് വേണ്ടത്. റോമാക്കാരുടെ ലേഖനം 10:9 പറയുന്നു, യേശുക്രിസ്തു മനുഷ്യരിൽ നിന്ന് ഉയർത്തു എന്ന് വിശ്വസിക്കുകയും അധരം കണ്ടവൻ കർത്താവ് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ആ രക്ഷ മനുഷ്യൻ ലഭിക്കാൻ തുടങ്ങിയത് 2000 കൊല്ലം കഴിയുന്നത് 2033-ലാണ്. വലിയ സംഭവം. പ്രിയപ്പെട്ടവരെ, അവിടെ ചുമത്തല് പല കാര്യങ്ങൾ സംഭവിച്ചത്, പാടുന്നത്, മരിച്ചു ഉയർത്തത്, അതുപോലെ പെരിശീലുണ്ടായി വീഴുന്നത്, ശതകങ്ങൾ രണ്ടായി മാറി. എന്ന് പറഞ്ഞാൽ BC-യും അത് AD-യും ഈശോയ്ക്ക് മുമ്പും ഈശോയ്ക്ക് ശേഷമല്ല, അത് ശതകങ്ങൾ പോലും അത് രണ്ടായി തീർന്നു. അപ്പൊ വലിയ സംഭവം, ആ കുരിശിലെ വലിയ സംഭവം. അവിടെ വെച്ചാണ് മനുഷ്യന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുക്കപ്പെട്ടത്, മനുഷ്യന്റെ മുറിവുകളും രോഗങ്ങളും ഏറ്റെടുത്ത് സൗഖ്യം കൊണ്ടുവരുന്നത്. ഇനി അവിടെ വെച്ചാണ്
അത് ഈശോ അത് നമുക്കായി തന്നെ പൂർണ്ണമായി അർപ്പിച്ചത്. അത് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്നൊരു വൈദ്യൻ ആ ദിവ്യബലിയുടെ സമയത്ത് പറയുമ്പോൾ ആ കാൽവരിയിൽ നമുക്കായി വിഭജിക്കപ്പെട്ട ആ ശരീരം തന്നെ, ആ രക്തം തന്നെയാണ് നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാൻ സ്തോത്രം. അപ്പോൾ നന്ദി പറയാൻ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾക്ക് നന്ദി പറയുവാനാണ് ജൂബിലി ആഘോഷിക്കുന്നത്. ഇനി മാത്രമല്ല, യേശു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു 3-ാം ദിവസം. നമുക്കറിയാം പല കാര്യങ്ങൾ സംഭവിച്ചു, അതൊന്നും ഞാൻ വിശദീകരിക്കുകയില്ല, ആ കാര്യം സമയമില്ലാത്തതുകൊണ്ട്. 3 ദിവസം കർത്താവ് പാതാളത്തിലിറങ്ങി അവിടെ അവരോട് മരിച്ചുപോയ അന്ന് വരെ മരിച്ചുപോയവരോട് സുവിശേഷം പ്രഘോഷിച്ചു. അവരെയും കൊണ്ടാണ് ഈശോ സ്വർഗ്ഗത്തിലേക്ക് പോയത്. ഹല്ലേലൂയ. അപ്പൊ വലിയ സംഭവമായിരുന്നു ആ കർത്താവ് 3 ദിവസം പാതാളത്തിലിറങ്ങി നമ്മൾ പറയും. ഇംഗ്ലീഷ് പറയില്ലേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ ഈശോയുടെ തിരുമുഖം നേരിട്ട് കാണാം, ദൈവത്തിന്റെ മുഖം നേരിട്ട് കാണാതിരുന്ന ആ അന്ധകാരത്തിൽ കഴിഞ്ഞവരെ അത് കൂട്ടിക്കൊണ്ടുപോവാണ് കർത്താവ് തന്റെ ആ കുരിശിലെ രക്ഷയുടെ അനുഭവത്തിലൂടെ. ഇനി അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും കല്ലറകൾ പിളർക്കപ്പെട്ടു. കുർബാനയുടെ ശക്തി ഭയങ്കര മക്കളെ. കുർബാനയ്ക്ക് മരിച്ചവരുടെ കവലകൾ തകർത്തവരെ ഉയർപ്പിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി കുർബാനയിലേക്ക് കാഴ്ചവെക്കുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ബൈബിളിലൂടെ മനസ്സിലാക്കണം മക്കളെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ജൂബിലി ആഘോഷം എന്നുള്ള സന്തോഷത്തോടെ കർത്താവ് നന്ദി പറയാനുള്ള അവസരമാണ്. 2000 വർഷം തികയാണ് അപ്രകാരം സംഭവിച്ചിട്ട്. ഇനി ആ യേശു അവരോട് ഉത്ഥാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിൽ നമ്മൾ റോമക്കാരുടെ ലേഖനം അധ്യായം 8 നമ്മൾ വായിക്കുന്നു. 9 പരിശുദ്ധാത്മാവില്ലാത്ത ക്രിസ്ത്യാനിയല്ല, ക്രിസ്തുവിനുള്ളവനല്ല. ഇനി യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവുള്ളവൻ യേശു ക്രിസ്തുവിനോടുകൂടി അത് വീണ്ടും ഉയർപ്പിക്കപ്പെടും. അപ്പൊ യേശുവിന്റെ പരിശുദ്ധാത്മാവിലുള്ള ആ ഉയർപ്പാണ് നിങ്ങളെ തന്നെ ഉയർപ്പിന് അത് കാരണമായി തന്നിരിക്കുന്നത്. അപ്പോൾ യേശു ഉയർത്തു എന്ന് പറയുമ്പോൾ യേശുവിനോട് ഞാനും ഉയർത്തുന്ന പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാം പ്രത്യാശയോടെ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതം വെളിപ്പെടുത്തിയില്ല. നമ്മൾ കരളോട് തീരുന്ന ജീവിതമല്ല നമ്മുടെ ജീവിതം. നമുക്ക് നിത്യജീവിതമുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കാത്തിരിക്കുന്നത്. അതിന് നമ്മൾ പണി വരുന്നത്, കുർബാനയ്ക്ക് കൊടുത്തു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എഴുതുന്നതല്ല. ഒറ്റ ലക്ഷ്യം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിയർ അധ്യായം 3:20. അപ്പൊ നമ്മൾ ഇവിടുത്തെ പൗരന്മാരല്ല, കേരളത്തിലെ ആളുകളല്ല, നമ്മൾ ഇന്ത്യയിലെ ആളുകളല്ല, പിന്നെയോ നമ്മൾ സ്വർഗത്തിലെ ആളുകളാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നോക്കി പാർത്തിരിക്കേണ്ടത് അതാണ്. അപ്പം അത് ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഈ അർത്ഥം നമുക്ക് കിട്ടിയത് യേശുവിന്റെ ഉയർപ്പിലൂടെയാണ്. അതിനുശേഷം നമുക്കറിയാം യേശു ക്രിസ്തു ആ സ്വർഗ്ഗാരോഹണം ചെയ്തു, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇനി നമുക്കറിയാം കർത്താവ് ആരാണ്? സർവ്വവ്യാപിയാണ്. നമ്മൾ ഓർക്കും അവിടെയാണെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെയാണെന്ന്. അത് യേശുവിനെ അവിടെയും ആകാം, ഇവിടെയും ആകാം, എവിടെയും ആകാം, എല്ലായിടത്തും ഉണ്ട്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥമാണ് സർവ്വവ്യാപിയാണ്. നിശ്ചയമായിട്ട് കർത്താവ് ശരീരത്തോടുകൂടി ഉയർത്തുന്നത് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ആ യേശു തന്നെയാണ് മക്കളെ ദീപബലിയുടെ സമയത്ത് നമ്മൾ കാണുന്ന കണ്ണോട്ട് ഇതെന്റെ ശരീരമാകുന്നു. ഹല്ലേലൂയ. ആ ഉയർത്തുന്ന ശരീരമാണ് ആ വൈദികന്റെ കരങ്ങളിലൂടെ നമ്മൾ കാണുന്നത് ഓർക്കണം. അപ്പോൾ യേശു പറഞ്ഞു, അത് ഏറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണില്ല, കുറെ സമയം നിങ്ങൾ എന്നെ കാണില്ല, പിന്നെ നിങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ ലക്ഷ്യമാക്കിയുള്ള വചനത്തിൽ അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ ആ യേശു നമ്മുടെ കൂടെ ഉണ്ട്, സ്വർഗത്തിലുമുണ്ട്. മാത്രമല്ല സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ യേശു ദൈവമാണ്. അപ്പൊ ഇതൊക്കെ ഇത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഭവം ഉണ്ടായി. എന്ത്? സഭയുടെ സ്ഥാപനം. ഒക്കെ നമ്മൾ സഭയപ്പെട്ടവരല്ലേ? നമ്മുടെ കത്തോലിക്ക സഭയിൽ ആണോ അല്ലയോ? കത്തോലിക്ക കയ്യിൽ ഉയർത്തില്ലേ? കത്തോലിക്കലാണ് കുറച്ചുകൂടി ഒരു കയ്യിൽ ഉയർത്തില്ലേ? ഞാനത് ഹല്ലേലൂയ. എങ്കിൽ ഈ സഭ സ്ഥാപിച്ചത് ആരാ? ഈശോ അല്ലെ? അപ്പൊ നമുക്ക് പത്രോസോടെ നീ മാറയാകുന്നതൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചുവെന്ന്. ഇനി ഈ സഭ ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടതും പ്രഖ്യാപിക്കപ്പെട്ടതും പെന്തക്കോസ്താ ദിവസമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകം കിട്ടിയ മഹാസംഭവം. അത് കഴിഞ്ഞിട്ടും ഈ 2033 2000 തികയുന്നത് പറഞ്ഞാൽ സഭ ആരംഭിച്ചിട്ട് മാത്രമല്ല നിങ്ങൾ പലരും സുവിശേഷവൽക്കരണത്തിൽ ഉൾപ്പെട്ടവരാണ്. സുവിശേഷം പോയി പ്രസംഗിക്കുന്നവരാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ
മറ്റുള്ളിടത്ത് ഒരു ചേച്ചി പറഞ്ഞു ഇവിടെ 10-20 പ്രയർ ഗ്രൂപ്പുണ്ട്. അത് മിക്കവാറും നമ്മുടെ പണികളിലൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളോടൊത്ത് സന്തോഷമുണ്ട്. അപ്പൊ ഇതൊക്കെ തുടങ്ങിയിട്ട് 2000 വർഷം തികയുന്നത് 2033. അപ്പൊ ഇതെല്ലാം കൂടി നമ്മളെ ഒത്തിരി പറയാറുണ്ട്. അത് നമ്മൾ ആഘോഷിക്കുന്ന ജൂബിലിയെ അത് നമ്മൾ പറയുന്നത് മഹാജൂബിലി. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇവർ കഷ്ടപ്പെട്ട് ഈ നടന്ന് ഓരോ ഇടവകയിലും പോയി അഥവാ പല വിവിധ ഇടവകകളിൽ പോയി പ്രഖ്യാപിക്കുന്നത്? അതിന് കാരണം ഇന്ന് ഔദ്യോഗിക സഭ ഇതേപ്പറ്റി ഇതുവരെ മിണ്ടുന്നില്ല. ആദ്യം ഞാൻ ഇതിനെപ്പറ്റി അറിയാൻ മക്കളെ കോട്ടയത്ത് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു മേരിക്കുട്ടി ചേച്ചിയും ഒരു ബിജുവും സന്തോഷവും ഒക്കെ പറഞ്ഞ് അത് നിങ്ങൾ ഒരു പക്ഷേ യൂട്യൂബിൽ കൂടെ കണ്ടു കാണും. നിങ്ങളുടെ കുട്ടികളോടൊപ്പം ധ്യാനിച്ചു കാണും. ഒരു പ്രസ്ഥാനം ഞാൻ തുടങ്ങാൻ ആരംഭകനായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാൻ അവിടെ എല്ലാ കുട്ടികളും വരുമ്പോൾ അവിടെ പോകും, അവരുമായി പ്രാർത്ഥിക്കും. അതൊരിക്കൽ പറഞ്ഞു, അച്ഛാ നമുക്ക് ഇങ്ങനെ ഒരു ജൂബിലി ആഘോഷിക്കണ്ടേ? ആ പറഞ്ഞത് ആ മേരിക്കുട്ടി ചേച്ചി, സിസ്റ്റർ മേരിക്കുട്ടിയാണ്. ഞാൻ എന്താ പറയുന്നത്? പറഞ്ഞു, അത് ഈശോ വലിയ വലിയ സംഭവങ്ങൾ നടന്നിട്ട് 2000 ആണ്ട് കഴിയുന്നത് 2033 അച്ഛാണ്. വല്ലതും ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു ചെയ്യും. അവർ ഇത് മറ്റുള്ളവരോട് പറയാനും അത് എല്ലാ കാര്യങ്ങളും പ്രസംഗിക്കും എല്ലാം പറയാൻ തുടങ്ങി. ഞാൻ 2 വർഷം മുമ്പ് യൂട്യൂബിൽ അത് പുരസ്കരിച്ച ഒരു വീഡിയോയിൽ ഇറക്കിയിരുന്നു. നമ്മുടെ ഈശോ അപ്പച്ചന്റെ ജൂബിലി ആഘോഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പലരും അത് ശ്രമിച്ചു കാണും, കേട്ട് കാണും. അപ്പോൾ ഇതേപ്പറ്റി കത്തോലിക്കർക്ക് ഇന്ന് വലിയ അവബോധമില്ല, വലിയ ബോധ്യമില്ല. അതുകൊണ്ടാണ് ഇവർ ഈ കാലങ്ങളായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഇത് പ്രചരിപ്പിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു കമന്റിലൂടെ പറയുന്നു, ഇത് ക്രിസ്തുരാജന്റെ പള്ളിയാണ്. വരാപ്പുറ ക്രിസ്തുരാജന്റെ പള്ളിയിൽ നിന്നാണ് അവർ കാലങ്ങളായിട്ട് വരുന്നത്. അവർ ആരംഭിച്ചത് ഇവര് ആദ്യ പടി ഒരു ക്രിസ്തുരാജന്റെ പള്ളിയിൽ നിന്ന് ഓരോ ക്രിസ്തുരാജന്റെ പള്ളിയിൽ പോവുക. അതിനർത്ഥമുണ്ട്. 5000-ൽ പരം കത്തോലിക്ക പള്ളി കേരളത്തിലുണ്ടെങ്കിലും ഭൂരിപക്ഷം പള്ളികളും വിശുദ്ധരുടെ പേരിലാണ്. അന്തോനീസിന്റെ, മാതാവിന്റെ, ഔസേപ്പിതാവിന്റെ, ജോർജിന്റെ, സെബാസ്റ്റ്യന്റെ, ഈശോയുടെ നാമത്തിലുള്ള പള്ളികൾ ചുരുക്കം. ഹല്ലേലൂയ. നമ്മളൊക്കെ പറയും യേശു കർത്താവാണ്, രക്ഷകനാണ്. അല്ല, യേശു തന്നെ പറഞ്ഞു യേശു രക്ഷകനാണ്, ഏറ്റുപറയുന്നതാണ് രക്ഷ പ്രാപിക്കുന്നത്. നമ്മുടെ കേരള സഭ മൊത്തം ഏത് രീതിവായിക്കോട്ടെ യേശുക്രിസ്തുവിന് പ്രാധാന്യത്തെ കൊടുത്തിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്റെ മനസ്സിൽ പറഞ്ഞത് സത്യം. നമ്മൾ ഓരോ പള്ളിയുടെയും പേര് പള്ളി തിരുഹൃദയപ്പള്ളി എന്നാകേണ്ടതാണ്. ആണോ അല്ലയോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ നമ്മളിതെല്ലാം പുണ്യമാന്മാർക്ക് ഉപയോഗിച്ചിരിക്കാം എന്ന് പറഞ്ഞാൽ യേശുവിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പുണ്യവാന്മാർക്കും പുണ്യവതികൾക്കാം. അത് ശരിയാണോ മക്കളെ? ഇവരൊക്കെ പുണ്യവാൻ പുണ്യവതി ആര് കാരണം? ഈശോ കാരണം. ആണോ അല്ലയോ? നമ്മൾ ഓരോരുത്തരും പുണ്യവാൻ പുണ്യവതിയാകാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ആരാ നമ്മളെ വിശുദ്ധരാക്കുന്നത്? ഈശോ. എങ്കിൽ അത് ഈശോ ആയിരിക്കണം ആദ്യം. നിങ്ങൾ എന്റെ മുറിയിൽ ഞാൻ വെറുതെ കഴിച്ചവൻ അതിരപ്പുഴയെന്നാണ്. എന്റെ മുറിയുടെ വാതിക്കൽ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം ഈശോ, പിന്നെ അച്ഛൻ. ഹല്ലേലൂയ. ഏറെ പേരുകൾക്ക് പ്രാർത്ഥിക്കാൻ ചൂണ്ടിക്കും. ഒരു പള്ളികളിൽ നിന്ന് ഒരു കയറുക അച്ഛന്റെ കൈകൊണ്ടാണ് കഴിഞ്ഞാൽ മതികളുടെ കുറിക്കും. അവിടെ ഞാൻ എഴുതി വെച്ചതാണ് ആദ്യം ഈശോ, പിന്നെ അച്ഛൻ. ഹല്ലേലൂയ. ഇത് ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കേണ്ട ഒന്നാണ്. ആദ്യം ഈശോ, പിന്നെ ബാക്കിയല്ല. മാതാവായാലും ഔഷധമായാലും യൂറീസായാലും സെബാസ്റ്റ്യനായാലും എല്ലാവരും ആദ്യം ഈശോ, പിന്നെ സെബാസ്റ്റ്യൻ, പിന്നെ മാതാവ്. അത് മനസ്സിലാക്കിയിരിക്കണം. ഇത് പലർക്കും ആഴത്തിൽ ബോധ്യമില്ല. അടുത്തൊരു നാല് വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ ഒരു വലിയ തിരുനാൾ ആഘോഷം, വലിയ വെഞ്ചാമലൊക്കെ വീശി മുത്തുകൂടെ പിടിച്ച ചന്തയും മേളവും പിടിക്കുന്നതായിട്ട് പ്രദർശനം പോകുമ്പോൾ മൈക്കിലൂടെ വിളിച്ചു പറയണ വിശുദ്ധ അന്തോനീസേ ഞങ്ങളെ രക്ഷിക്കേണ്ടത്. അത് കേട്ടപ്പോഴേ നമ്മളെ രക്ഷിക്കുന്ന അന്തോനീസാണോ? ആണോ? ഹലോ ഹലോ പ്രവാസനാണോ? ആരാ രക്ഷിക്കുന്നത്? ആരാണ് രക്ഷകൻ? പറയൂ. ജീവിക്കുന്നവനായ ഈശോ, യേശു. കൈരക്ഷകനായ ഞാൻ പറയാൻ കാരണങ്ങൾ പലതുണ്ട്. അതായത് ഈ ജൂബിലി എന്ന് പറഞ്ഞാൽ ഒരു നവീകരണത്തിന്റെ അവസരമാണ്. ആ പഴയ അന്നത്തെ സംഭവിച്ച കാര്യങ്ങളിലേക്ക് തിരികെ പോയി അത് യാഥാർത്ഥ്യമാക്കാൻ. ഉദാഹരണമായിട്ട്
അവരെല്ലാവരും രക്ഷിതാക്കാവാൻ പൂരിതരായി. ചുമങ്ങി തൊട്ട് പോയതാ. പൂരിതരാകാന്ന് പറഞ്ഞാൽ നിറഞ്ഞു. അങ്ങനെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞവരായിരുന്നു ആദിമ ക്രൈസ്തവർ. ഇന്ന് ക്രൈസ്തവരാണോ? ഒരു ചോദ്യചിഹ്നം അല്ലേ? അപ്പോൾ നമുക്ക് ജൂബിലി വരുമ്പോൾ ഈ കഴിഞ്ഞ സംഭവങ്ങൾ യേശുവിന്റെ പങ്കപ്പാട്, അല്ലെങ്കിൽ കുരിശുമരണം, ഉത്ഥാനം, പെന്തക്കോസ്ത, ഈ അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്ന് ഒരു ആഴമായ നവീകരണം ഉണ്ടാവുക ക്രിസ്ത്യാനിക്ക്. ആ കൈസ്മാരി നവീകരണം അതിനായിട്ട് വന്നെങ്കിലും ഇന്നതാണോ എന്ന് സംശയിക്കണം. എവിടെ പോയാലും ആളുകൾ ഒരു ലിസ്റ്റ് വേണ്ടത് എന്താണെന്നറിയാമോ? അതെ, വിദേശത്ത് പോകാനായിട്ടുള്ള പരീക്ഷ പാസ്സാകണം, അതുപോലെ തന്നെ അങ്ങോട്ട് പോകാൻ വീസ കിട്ടണം, പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടണം, അല്ലെങ്കിൽ മകന് നല്ല പഠിത്തം ഉണ്ടായി കോളേജിൽ പ്രൊഫസറാകണം, അല്ലെങ്കിൽ നല്ലൊരു വീട് പണിയണം, അതും അല്ലെങ്കിൽ കുറെ പൈസ ഇല്ല, നല്ല പൈസ ഉണ്ടാകണം. ഇങ്ങനത്തുള്ള ഭൗമിക കാര്യങ്ങളല്ലേ നമ്മുടെ പ്രാർത്ഥന 90% ആലോചിച്ച്. അപ്പൊ യേശു അതിനാണ് ഈശോയ്ക്ക് ഒറ്റപ്പാടുന്ന സഹിച്ചത് നമ്മളെ വിദേശത്തിൽ വിടാനാണോ? വീസ ഉണ്ടാക്കാനാണോ? ഈശോ വന്ന് നമുക്ക് സ്ഥലം വഹിച്ചു തരാനാണോ? ഈശോ വന്ന് നമ്മളെ ഭൗമിക കാര്യങ്ങൾ ചെയ്യാനാണോ? ലൂക്ക 12:14 ഒരു മനുഷ്യൻ വന്ന് കർത്താവിന് എന്താ പറഞ്ഞതല്ലോ? എന്റെ ജഡ്ജനുമായിട്ട് പങ്കുവെക്കുന്ന കാര്യം ഇടപെടണം. സ്ഥലപ്രശ്നം ഉണ്ടായിരുന്നു. ഈ സ്ഥലപ്രശ്നം അന്നുണ്ട്, ഇത് മാത്രമല്ല പങ്കുവെക്കുന്ന കാര്യത്തിൽ. അപ്പൊ കർത്താവ് ചോദിച്ചാൽ ആരാണ് എന്നെ ഈ സ്ഥലം പങ്കുവെക്കുന്നതിന്റെ അഡ്വക്കേറ്റ് ആയിരുന്നു, വക്കീലാക്കിയത്? ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി വക്കാലത്ത് വിളിക്കാനല്ല ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. യേശു എന്താ പറഞ്ഞത്? നമ്മളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാൻ. ഹല്ലേലൂയ. ഈശോ ആദ്യം പ്രസംഗിച്ച വാക്കെന്താണ്? അനുദപിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കഥാപതിയാ ഞാൻ വന്നിരിക്കുന്നു, എന്നെ പിടിച്ചാൽ എന്നെ വിളിച്ചു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റും, അമേരിക്കയിൽ പോകാൻ പറ്റും, ഗൾഫിൽ പോകാൻ പറ്റും. അതിന് ഈശോ ഒന്നും പറഞ്ഞില്ല. എന്നെ അനുദപിച്ച് എന്നെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വലിയ വീടുണ്ടാക്കി തരാം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ചുരുക്കി എന്ന് പറയാണ്. കൂടുതൽ നിങ്ങൾ കേൾക്കും. 3-ാം തീയതി മുതൽ ഞാൻ ഉത്തമ ക്രൈസ്തവ ജീവിതത്തെ പറ്റി ഒരു ധ്യാനം 10 ദിവസം കൊടുക്കുന്നുണ്ട് ഷക്കീന ടെലിവിഷൻ. അപ്പൊ ഞാൻ കൂടുതൽ വിശദീകരിച്ച് ഇതൊക്കെ പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ സമയം കുറവ് ഞാൻ പറയാണ്. ഇന്ന് നമ്മൾ ഈശോയെ പിടിക്കുന്നതിനാ ഭൗമിക കാര്യങ്ങൾ നേടിയെടുക്കുക, ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവരാജ്യം അന്വേഷിക്കൂ, ബാക്കിയില്ല നിങ്ങൾക്ക് തന്നുകൊള്ളാം. ഇതൊക്കെ കാണാതെ ഞാൻ പറഞ്ഞപ്പോഴേ ഏറ്റു പറയാൻ തുടങ്ങി. മത്തായി 6:33 വചനമൊക്കെ എല്ലാവർക്കും അറിയാം. കാര്യം എന്നാലും കാര്യത്തോടൊക്കെ പ്രാർത്ഥിക്കുന്നതിനോട് ഞാൻ കർത്താവേ അറിയാതെ ഭാഗത്തോ ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണേ. ഇങ്ങനെ വാസ്തവം പറഞ്ഞാൽ എന്റെ മനസ്സിൽ തോന്നുകയാണ്, ഞാൻ കേരളത്തിൽ വരുമ്പോൾ നമ്മൾ ഈശോയെ ദൈവമായിട്ടാണോ കാണുന്നത്, പുണ്യവാനായിട്ടാണോ? ഒരു വിഷയം പല പുണ്യന്മാരുണ്ട്, കാര്യം സാധിക്കാൻ. ഞാൻ ദോരിച്ചെടുക്കെ പോകും, ഗീവേശ്വരനടുക്കെ പോകും, മാറാനടുക്കെ പോകും. അതിനേക്കാൾ ഡിഗ്രി കൂടെ ഈശോ എടുക്കും എന്ന് പറഞ്ഞാൽ ഒരു പുണ്യവാനായിട്ട് കാണുന്ന ദൈവമായിട്ട് പല കേരളീയരും കാണുന്നില്ല എന്ന സത്യം ഞങ്ങൾ പറയുന്നു. ഹല്ലേലൂയ. യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ ആ ദൈവം മനുഷ്യനായി വന്നിരുന്നു പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ദൈവികരാക്കാൻ, ദൈവ മക്കളാക്കാൻ, അഥവാ ദൈവങ്ങളാക്കാൻ. ഹല്ലേലൂയ. അതായിരുന്നു കർത്താവിന്റെ വരവിനും ഈ പങ്കപ്പാടിനും ഈ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനുമെല്ലാം. ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇന്ന് കരിസ്മാരി നവീകരണം പോലും പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ സുഭിക്ഷതയുടെ സുവിശേഷം പ്രസംഗിക്കുന്നത്. അതെ, ഒന്ന് വെച്ചാൽ രണ്ടെന്ന് പണ്ട് ഉച്ചയ്ക്കാലം പറയുന്ന പോലെ പോയി ഒരു പ്രാർത്ഥന വെച്ചാൽ ധ്യാനം കൂടിയ ഏതൊക്കെ ധ്യാനം കൂടിയതായ കാര്യം തരാൻ സാധിക്കും. ദൈവമേ, ആ പൊട്ടയെ പോയി ധ്യാനിച്ചാൽ കിട്ടുമായിരിക്കും. അത് അവർക്ക് കാര്യക്ഷമമായി പോകാം. അത് വേറെ ഒരു ധ്യാനം അത് പറഞ്ഞു ചോദിച്ചാൽ എവിടെ പോയി ധ്യാനിച്ചാലാണ് 2 മക്കളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈശോ വന്നത് ആരെ കല്യാണം നടത്താനായിട്ടല്ല. ഹല്ലേലൂയ. ഇവിടെ ഇതെല്ലാമല്ല. ഹല്ലേലൂയ. നിങ്ങൾ പലരും മനസ്സിലാക്കിയിരിക്കും. നമുക്ക് ഈശോ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈശോയുടെ നമ്മുടെ മനോഭാവം എന്താണ്? ഈശോയുടെ വിശ്വാസം എന്താണ്? യേശു ക്രിസ്തു എന്റെ ഏക രക്ഷകൻ, ഏക കർത്താവ്, ദൈവം, വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ ആരും സ്വർഗ്ഗരാജ്യത്തിൽ
പ്രവേശിക്കുകയില്ല എന്ന്. അപ്പോൾ ഈശോ വന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവമക്കളാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി യേശുവിനെ പോലെ അബ്ബ പിതാവേ എന്ന് വിളിച്ചിട്ട് നമ്മളെ ഒന്നാക്കി സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. ബാക്കിയുള്ള രണ്ടാം തരം അതുണ്ടെങ്കിൽ ബാക്കിയിലാണ് ഈശോ പറഞ്ഞത്. അതാണ് ദൈവരാജ്യം. ദൈവരാജ്യം യേശുവിലാണ്. നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ 5:11 നിത്യജീവൻ സ്വർഗരാജ്യം രക്ഷ യേശുവിലാണ്. യേശുവിനെ സ്വന്തമാക്കിയതും രക്ഷ പ്രാപിച്ചിരിക്കുന്നു, നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, നൊവേന എഴുതുന്നു, എല്ലാം തന്നെയാണ്. അത് ഈ സ്വർഗരാജ്യം കണ്ടുകൊണ്ട് ഇതിനു വേണ്ടി ജീവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ ബാക്കി എല്ലാം പുള്ളിക്കാരി ചെയ്തോളൂ. ഹല്ലേലൂയ. ആ സൃഷ്ടാവിനെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ സൃഷ്ടികർമ്മം അവർ നമ്മളിലൂടെ ചെയ്തോളും. അത് നമ്മൾ മനസ്സിലാക്കാൻ വരാൻ ഈ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നത് ഞാൻ പറയും. ആദ്യം ഒരു കാര്യം ചെയ്യും, രോഗശാന്തിക്കാരനെ ഉള്ളിലാക്കണം. ആരാ രോഗശാന്തി നൽകുന്നവൻ? ജീവിക്കുന്നവനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവനെ സ്വന്തമാക്കൂ. അവൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ, നിന്നുള്ളപ്പോൾ വേറെ പ്രാർത്ഥനയൊന്നും വേണ്ട, അവർക്ക് സൗഖ്യം കിട്ടും. അച്ഛന്മാരുടെ കൂടെയോ അവരുടെ സിദ്ധന്റെ കൂടെയോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഈശോ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ അനുഗമിക്കണം പാപത്തിയോർത്ത്. കർത്താവിന്റെ അനുസരിച്ച് വിശുദ്ധ ജീവിതം ജീവിക്കണം. കൽപ്പനകൾ പാലിച്ചാണ് വിശുദ്ധ ജീവിതം കഴിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ യേശുവിനോടുകൂടിയുള്ള ജീവിതം. ഇതൊന്നും നമ്മൾ ഇന്ന് അജ്ഞരാണ്. കരിസ്മാറ്റിക്കൾക്ക് പോലും ഞാനൊരു കരിസ്മാറ്റിക്കാക്കിട്ട് 9 വർഷമായിട്ട് അത് കേരളത്തിൽ ആദ്യമായിട്ട് കരിസ്മാറ്റിക് കേരളത്തിന് അത് ധ്യാനങ്ങൾ പ്രസംഗം കൊടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ആ നവീകരണത്തിന്റെ കാതയിൽ പിന്നിലേക്ക് പോയി. അപ്പോൾ നമുക്കൊരു നവീകരണം ആവശ്യമാണ്. ഇവിടെ ദീർഘിപ്പിച്ച് പറയുന്നില്ല. അതെ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് 10 വർഷം കൂടി ഏകദേശം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 2033 ഒരു വലിയ നവീകരണം ഉണ്ടാകണം നമ്മുടെ സഭയിൽ, നമ്മുടെ ക്രിസ്ത്യാനികളുടെ. പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും ക്രിസ്ത്യാനികളുടെ ഗതി ഓർക്കുമ്പോൾ അതെ ഞാൻ പറയാതെ കഴിയും. അതെ, നമ്മുടെ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഗതി എങ്ങനെയെന്നെ 1-ാം മണി അടിച്ചു പൂഞ്ഞാറ്റി മലയാക്കിയെടുത്ത് നിങ്ങൾ 2 കുർബാനയിലാണ് പോകുന്ന കൊച്ചനെ പിടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു. ഇത് ആരംഭിച്ചതേ ഉള്ളൂ. നമുക്കിനി ഏറെ ജീവിതങ്ങൾ ഉണ്ടാകും നിശ്ചയമായിട്ടും. നിങ്ങൾ പലരെയും പ്രസംഗങ്ങൾ കേട്ടു. അതെ, എവിടെ നിന്ന് വരുമോ ഞാൻ പറയുന്നില്ല. ശരിക്കും ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഹല്ലേലൂയ. അതെ, ഈ ലോകം മുഴുവൻ നമുക്കറിയാം പീഡിപ്പിക്കപ്പെടുന്ന ഈ ലോകത്തിൽ മുഴുവൻ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. ഞാൻ പലപ്പോഴും പ്രാർത്ഥന ചോദിക്കും, ഇത് കർത്താവ് കാണുന്നില്ല. അപ്പം ഈ ക്രിസ്ത്യാനികളെ കൊണ്ടുകൊടുക്കുന്നതും അത്യവിച്ച് നശിപ്പിക്കുന്നതും പാകത്തല്ല വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ തന്നെ സമയം ഈ കർത്താവ് കാണുന്നില്ല. പ്രാർത്ഥിച്ചിട്ട് അത് കർത്താവ് കേൾക്കാത്തത്. അപ്പോൾ കർത്താവ് എനിക്ക് തരുന്ന മക്കളെ, ഞാൻ വിളിച്ച വിളി അനുസരിച്ച് ഉത്തമ ക്രൈസ്തവ ജീവിതം ജീവിക്കുന്നവർ വേദനയിൽ എന്നാലില്ല. യേശുവിന്റെ ക്രിസ്തീയ ജീവിതം ഈശോ നമുക്ക് കാണിച്ചെന്ന പണിയിലൂടെ ജീവിക്കുന്നവർ വളരെ ഒരു വിഷയങ്ങളിൽ എന്നാലില്ല എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. എന്നത് ആ ക്രിസ്തീയ ജീവിതം, നൊവേന ചെയ്യുന്ന ക്രിസ്തീയ ജീവിതം എന്നും പള്ളിയിൽ പോകുന്നതാണ്. കൈയൊരുക്കി സ്തോത്രം സ്വന്തം പറഞ്ഞാൽ അതാണ് ക്രിസ്തീയ ജീവിതം. ഇത് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ആനയെ കാണാൻ പോയ 4 കുരുടന്മാരുടെ കൂട്ടാണ്. ആനയുടെ വാല പിടിച്ചിട്ട് ആന കയറ് പോരായിരിക്കുന്നത്. ചെവിയെ പിടിച്ചിട്ട് അന്ധൻ പറഞ്ഞു, അതെ ദൈവം അത് ആന ഇരിക്കുന്നത് മുറം പോലെയാണ്, കാലം പിടിച്ചിട്ട് വരുന്ന ദൈവം തൂണ് പോലെയാണ്. ഇത് അന്ന് ഞങ്ങൾ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിപ്പിച്ച ആ ക്ലാസ്. ആരാണെന്നോ ദൈവം ഇതിനായി വന്നുകൊണ്ടോ ദൈവത്തോട് ജീവിതമുണ്ടെന്നോ ഇന്ന് പല ക്രൈസ്തവർക്കുള്ള ഏറെ ക്രൈസ്തവർക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശരിയാക്കിയ വൈദികരും അല്ലെങ്കിൽ മറ്റ് വചനപ്രഘോഷകരൊക്കെ കൂടെ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേൾക്കാൻ പോകുന്ന ഇതിനു വേണ്ടിയാ ഒരു രോഗശാന്തി കിട്ടാൻ, അല്ലെങ്കിൽ കടം വീടി കിട്ടാനായിട്ട്, അല്ലെങ്കിൽ മക്കൾക്ക് ജോലി കിട്ടാൻ. ഉദ്ദേശം വേറെയാണ്. അപ്പോൾ നമുക്ക് ഈശോ നോക്കുമ്പോൾ കാണുന്നതാണ് ഈശോ ഓർക്കുന്നത് എന്റെ ക്രിസ്ത്യാനി എന്നെ ആഗ്രഹിക്കുന്നത് വീസ അടിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ പാസ്പോർട്ട് അടിക്കാനായിട്ട്.
ഈശോ എന്നെ ആക്കിയിരിക്കുന്ന പണം ഉണ്ടാക്കി എന്റെ മക്കളെ എന്നെ പണസമ്പാദകനാക്കുക വെച്ചിരിക്കുന്നത് എന്നെ അതെ ദൈവം എന്ന് രക്ഷകൻ എന്ന് ഇവരാരും വിശ്വസിക്കുന്നുമില്ല, ഏറ്റുപറയുന്നുമില്ല. സത്യമല്ലേ മനസ്സാക്ഷിയോട് ചോദിക്കുന്നു. ഇവിടെയാണ് കർത്താവ് വലിയൊരു അഗ്നി പരീക്ഷയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മൾ പഴയത്തിൽ അതിന്റെ ഒരു ഭാഗം നമ്മൾ വായിച്ച് കേൾക്കാം. അത് മലാഖി പ്രവാചകൻ അത് പറയുന്ന ഒരു വാക്കുണ്ട്. എപ്രകാരം ആണ് ഒന്ന് ശ്രദ്ധിച്ചേക്കാൻ അതിന്റെ വലിയ വാക്യം വായിക്കുന്നില്ല. മലാഖി 3-ാം അധ്യായം 7 മുതൽ 11. അവിടുത്തെ വരവിന്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്കു കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ ആർക്കു കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലകുകാരന്റെ കാലം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നതിനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കെട്ടാൻ അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. കർത്താവ് തട്ടാനായി വരാൻ പോകുന്നു. കാരണം നമ്മളെല്ലാം ക്ലാവ് പിടിച്ച് നമുക്ക് ഒറിജിനലായിട്ട് മാമോറിസായ സ്നാനത്തിൽ ജ്ഞാനസ്ഥാനത്തിൽ കിട്ടിയ ആ കൃപയിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് വലിയ ശുദ്ധീകരണം നടത്തുകയാണ്. കാര്യത്തിൽ പുരാശകളെല്ലാം സ്വീകരിച്ചു പോകുന്നുകൊണ്ട് തുടർച്ചയായിട്ട് എങ്കിലും അത് ശുദ്ധീകരണം ആവശ്യമാണ്. പറയുകയാണ് ലേവി പുത്രൻ. അവരാരാണ്? ഇവിടെയാണ് ആരാണ് ക്രിസ്ത്യാനിയെ അറിയേണ്ടത്? 1-ാമത്തെ മാർപ്പാപ്പ പത്രോസ് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 2:9 നിങ്ങൾ വേർതിരിക്കപ്പെട്ട ജനവും രാജകീയ പുരോഹിത ജനവും വിശുദ്ധരും ദൈവത്തിന്റെ സ്വന്തവും അവിടുത്തെ സാക്ഷികളാകാനുള്ളവരാണ്. ഹല്ലേലൂയ. 5 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയുന്നവർ, അശുദ്ധവും വിശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നവർ, ക്രിസ്ത്യാനിയും അക്രൈസ്തവരും തമ്മിൽ വേർതിരിക്കുന്നവർ. എന്റെ ക്രിസ്തീയ ജീവിതം വ്യതിരിതമുള്ളതാണ്, പ്രത്യേകതയുള്ളതാണ്. അത് എനിക്ക് ഒരു മറ്റു ജാതിക്കാരെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി എന്റെ കർത്താവ് അതിനുള്ള നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം തന്നെ മൂല്യങ്ങൾ അനുസരിച്ച് ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ ഞാൻ വേർതിരിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയായിരിക്കുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വിജാതിയേക്കാൾ മോശമായ ജീവിക്കുന്നതിൽ ഒന്ന് ആലോചിച്ചിട്ട് കഴിഞ്ഞ ക്രിസ്മസ് നമുക്കറിയാം. ഇപ്പോഴത്തെ ക്രിസ്മസിന്റെ ഡബിൾ കോട്ടായി മദ്യമടിച്ച് ഗവൺമെന്റ് കാശുണ്ടാക്കി കൊടുത്തവരാണ് തുടങ്ങിയത്. ഹല്ലേലൂയ. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചാൽ കോടിക്കണക്ക് അത് നമ്മളെല്ലാം ഇനി വരാൻ പോകും. ഈസ്റ്റർ വരാൻ പോവാ. കുപ്പികളെല്ലാം കാത്തിരിക്കുക. അങ്ങനെയാണ് ഗവൺമെന്റ് കാശുണ്ടാക്കുന്നത്. ആരാ കൊടുക്കുന്നത്? ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ഈ പ്രേക്ഷകരും എല്ലാം ഓരോന്ന് നോക്കിയാൽ നമ്മളെ നോക്കിയാൽ ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി. പ്രായമുള്ള തലമുറ നയിച്ചവർക്കറിയാം. എനിക്കറിയാം. എനിക്ക് തലമുറ 78 വയസ്സായി. അത് എന്റെ ചെറുപ്പത്തിൽ കാത്തോലിക്ക ക്രിസ്ത്യാനി പറഞ്ഞാൽ വിചാരത്തിന്റെ ബഹുമാനം പറഞ്ഞറിയാമോ? ഒരച്ഛൻ വിമാനം കൊണ്ട് ഏതെങ്കിലും വീട്ടിൽ വൈകുന്നേരം സുഖനായി കിടക്കുന്നിടത്ത് പോകുമ്പോൾ ഹിന്ദുക്കൾ പോലും മുട്ടേരിക്കുമായിരുന്നു. അവർക്കറിയാമായിരുന്നു അച്ഛൻ പിടിച്ചിരിക്കുന്ന ദൈവത്തിലാണ്. ആ ഭക്തി ബഹുമാനത്തോടെ പോകും. വൈദികരൊക്കെ അന്ന് ഹിന്ദുക്കളെ തൊടാനുള്ള ആഗ്രഹിക്കുമായിരുന്നു. അറിയാമോ? അതെ, ഞങ്ങളുടെ നാട്ടില് ഞാൻ വരുന്നത് കോട്ടയം ശൈലിയിലാണ്. ഞങ്ങളുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായില്ല. മാപ്പിള എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ്. ചില മലബാറൊക്കെ മാപ്പിള എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്. ഞങ്ങളുടെ നാട്ടിൽ മാപ്പിള എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി. ആ ഒരു പറച്ചിലുണ്ടായിരുന്ന അടുത്ത കാലം വരെ മാപ്പിള തൊട്ടാൽ എല്ലാം ശുദ്ധം. ഇപ്പൊ മാപ്പിള തൊട്ടാൽ എല്ലാം മാറും. അത്രമാത്രം നമ്മൾ ഇതിന്റെയൊക്കെ ഫലമല്ലേ ഇനി നമ്മൾ അനുഭവിക്കുന്നത്. ഇനി ഞാൻ അതിനെ ഈശോ ശുദ്ധീകരിക്കുകയാണ്. അത് നമ്മൾ വായിക്കുന്നത് റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് ദൈവ മക്കളുടെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതാ പ്രപഞ്ചം മുഴുവനും ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഹല്ലേലൂയ. റോമ 8:29 മറക്കരുത്.
ഈറ്റിനോ എന്താണ് സ്ത്രീകൾക്കറിയാം. ആ ലോകം മുഴുവൻ ആശിച്ചതാണ് ആരെ? സത്യക്രിസ്ത്യാനിയെ കാണാൻ. ഇന്ന് നല്ല ക്രിസ്ത്യാനിയെ കാണാൻ കൊതിക്കുകയാണ്. അതിന്റെ ആ ഈറ്റിനോവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടായിരുന്ന അന്തസ് കളഞ്ഞു കുളിച്ചു എല്ലാ തരത്തിലും. ഞാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഏറ്റവും കർത്താവിന്റെ ഏറ്റവും വലിയ കൽപ്പനയാണ് മനുഷ്യമായിട്ടും അവിടുത്തെ സ്നേഹിക്കുക, അതുപോലെ പരസ്പരം സ്നേഹിക്കുക. ആ പരസ്പരം സ്നേഹിക്കുന്നത് വഴി ഞാൻ ഈ ലോകത്തേക്ക് വന്നത് ലോകം അറിയട്ടെ എന്നാ കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് യേശു ഇവിടെ വന്നു രക്ഷകനായിട്ട് മനുഷ്യൻ അറിയുന്നത്. നമ്മുടെ പരസ്പരങ്ങളുടെ കുടുംബത്തിലുള്ള പരസ്പരം, ഇടവകയിലുള്ള പരസ്പരം, അതുപോലെ സഭയിലും അടുത്തൊരു നാല് വിശുദ്ധ കുർബാനയും തൊട്ടോ അല്ലേ അതെ നമ്മുടെ കേരളത്തിൽ കളികൾ നടക്കുന്നത്. കുർബാന അങ്ങോട്ട് തിരിയണമോ ഇങ്ങോട്ട് തിരിയണമോ, അതെ അതൊക്കെ വിജാതിരാളെ ചീത്ത പറയുന്ന ഓർക്കണം. അവരുടെ മുമ്പിൽ നമ്മൾ അത്രമാത്രം അപമാനിക്കപ്പെടും. അതെ നമ്മുടെ ഓരോ ചെയ്തികളും ആ വഴി ക്രിസ്തീയത, അതെ ക്രിസ്ത്യാനികൾ മനുഷ്യരുടെ മുമ്പിൽ മോശമാക്കപ്പെടും. ഇത് കർത്താവ് കണ്ടുകൊണ്ടായിരിക്കുന്നല്ല, കർത്താവ് കാണാത്തൊന്നുമില്ല. പുള്ളിയുടെ കണ്ണിനാ ഒരുപോലെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രഭാഷണ പുസ്തകം അധ്യായം 19-23 അവിടുത്തെ കണ്ണുകൾ 10,000 തവണ സൂര്യനേക്കാൾ 10,000 തവണ പ്രകാശമുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോ ചിന്ത പോലും ഇഷ്ടം ഉടൻ സ്കാൻ ചെയ്ത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ അശുദ്ധിയും തിന്മയും, അതായത് വ്യക്തിഗത ജീവിതം, പ്രത്യേക ജീവിതം ഇല്ല എന്ന് കാണുന്നു. ഈശോ അതെ ഒന്ന് പരീക്ഷിച്ച് ഒരു അഗ്നി പരീക്ഷ നടത്തുകയാണ്. ഇനി അതുപോലെ ഓരോന്നും അതെ നമ്മൾ രാജകീയ പുരോഹിതം ബലിയർപ്പിക്കുന്ന ഈശോയുടെ ആ പരമയാഗം വൈദികന്റെ അർത്ഥമാണ്. അച്ഛന്റെ ബലി നമ്മൾ പറയും, അല്ല നമ്മുടെ ബലിയാണ്. ഹല്ലേലൂയ. നിങ്ങളാണ് ബലിയർപ്പിക്കുന്നത്, നിങ്ങളുടെ ബലിയാണ് അവകാശപ്പെടുത്തോളം. നിങ്ങൾ രാജകീയ പുരോഹിതരാണ്. ഞങ്ങൾ ഒരു ശുശ്രൂഷ പൗരോഹിത്യമാണ് സ്വീകരിച്ചത്. അപ്പൊ ഞങ്ങളുടെ പൗരോഹിത്യം നിങ്ങൾ ശ്രേഷ്ഠമാണ്, നിങ്ങൾക്ക് പൗരോഹിത്യം ഇല്ല എന്ന് ചിന്തിക്കാം. ഇല്ല മക്കളെ, ആദ്യം നിങ്ങളുടെ പൗരോഹിത്യമാണ് ശ്രേഷ്ഠം. അത് രാജകീയ പുരോഹിതമാണ്. ആരാ പറയുന്നത്? ഒന്നാമത്തെ മാർപ്പാപ്പ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാർപ്പാപ്പ പറയുന്നതല്ല കേൾക്കുന്നത് കത്തോലിക്ക രാമാതിരും എങ്കിൽ പറയുന്നു. അപ്പോൾ ഒരു വൈദികനോട് കൂടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ബലിയെ സംബന്ധിക്കുക. ഈ ഞായറാഴ്ച പോലും പള്ളിയിൽ പോകുന്നത് എത്ര പേരുണ്ട്? ഇനി അരങ്ങോട്ട് പോയാൽ എത്ര പേരുണ്ട് വിശുദ്ധമായ കുർബാന കഴിക്കുന്നവർ? പേര് ശാമദോഷം പോലും മുന്നിൽ വെച്ചോണ്ടും സ്വീകരിക്കും. അതെപ്പറ്റി ദീർഘിപ്പിച്ച് പറയുന്നില്ല, ധ്യാനം അല്ലാത്തവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് യേശു നോക്കുകയാണ് ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഇനി ഈ ഞെരുക്കം ഉണ്ടാകുന്നുണ്ടല്ലോ. ഇന്ന് തന്നെ ഞാൻ വായിച്ചു പത്രത്തിൽ നമ്മുടെ ചില പിതാക്കന്മാരും മന്ത്രന്മാരും അച്ഛന്മാരൊക്കെ പറഞ്ഞു നമുക്ക് BJP-യിലേക്ക് ചേർന്നേക്കാം, ക്രിസ്ത്യാനികളുടെ രക്ഷ BJP-യിലാണെന്ന്. എന്നാൽ നമ്മുടെ രക്ഷ കർത്താവിനാവുന്ന ബോധ്യം ഇതുവരെ ഉണ്ടാകുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ സമൂഹത്തെ പിടിക്കുക, കർത്താവിനെ ഇതുവരെ പിടിച്ചിട്ടില്ല, പിടിപ്പിക്കും. ഹല്ലേലൂയ. അതിനൊരു അവസരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യേശുവിനെ മുറുകെ പിടിക്കാനായിട്ട് ഏതാനും പേരെ കർത്താവ് പ്രേരിപ്പിക്കും. അവർ അവശേഷിക്കും. അത് അവർ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് അവർ പക്ഷെങ്കിൽ ഞാൻ ഒന്ന് വായിച്ചോട്ടെ. റോമാക്കാരുടെ ലേഖനം അധ്യായം 11 എന്നെ നോക്കുന്ന ചങ്ങത്രയെന്ന് പറഞ്ഞാൽ നിർത്താൻ പോകണം. ഹല്ലേലൂയ. റോമാക്കാരുടെ ലേഖനം 12 അധ്യായം നിങ്ങൾ 11 പഠിക്കും. അവശിഷ്ട ഭാഗമാണ് തലക്കെട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രിസ്ത്യാനികളെ അവശേഷിച്ചു. അതാണ് അതിന്റെ ഉദ്ദേശം. എന്ന് പറയാണ് ബാലിന്റെ മുമ്പിൽ, ബാലെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഒരു ചെറുത്താണ് എന്ന് പറഞ്ഞാൽ ആ ചെകുത്താനുണ്ട്. ഇവിടെയൊക്കെ ചെകുത്താനുള്ള കാലത്ത് മുട്ടുകുത്തുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ചാത്തൻ സഭയെ പോലെ യേശുവിനെ ഉപേക്ഷിച്ച് പോയവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഒന്നും പറഞ്ഞില്ല. നമ്മുടെ ദേശത്ത് എത്ര അടുത്ത ചാത്തൻ സേവ വലിയ പള്ളിയിൽ പോയി കമന്ന് കഥാവ് അനുഗ്രഹിക്കുന്നത് പറഞ്ഞിട്ട് വൈകുന്നേരം കൊണ്ട് ആ സാത്താൻ സേവ സ്ഥലത്ത് കാര്യം സാധിച്ചിട്ട് സ്വർണ്ണക്കടക്കാരനായിരിക്കും. ഒരു പക്ഷേ ഇത് പറയാൻ കാരണമുണ്ടാകുന്ന വലിയൊരു സ്വർണ്ണക്കാരൻ എന്നോട് ഒത്തിരി പ്രാർത്ഥിക്കാൻ വന്നില്ല. അച്ഛാ സ്വർണ്ണക്കടയിൽ ഞാൻ പോകുന്നില്ല, അച്ഛാ അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നേക്കാൾ പള്ളിയിലൊക്കെ പോയാൽ അച്ഛാ ഞങ്ങൾക്ക് സൗകര്യമെല്ലാം പോയി ഞായറാഴ്ച ഏറ്റവും ഞാനൊക്കെ
കൊല്ലും. അതെ, അപ്പോഴാണ് കർത്താവ് എന്നെ കാണിച്ചത് അവന്റെ വലിയ ഫോറിൻ കാറുമായിട്ട്. അതെ, തൃശ്ശൂർ ഒരു സ്ഥലമുണ്ട്, പിശാചിനെ ആരാധിക്കുന്ന സ്ഥലം, ഞാൻ പേര് പറയുന്നില്ല. അതെ, അവിടെ നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു അവിടെ പോകാനുണ്ടോ? അവിടെ ഇവിടെ അച്ഛോ ഗതികൾ വരുമ്പോ അവിടെ ചിലപ്പോൾ പോകുന്നു. ഇതാ 2 കൊല്ലത്തെ കാലിൽ നിന്ന ക്രിസ്ത്യാനി. അതില്ല ഇതിനൊക്കെ എന്താ കണ്ടുപിടിക്കും? ഈ 2 കൊല്ലത്തെ കാലിൽ വേണ്ട. അവനെ ഏക രക്ഷക്കാരൻ വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിച്ച് വേദനയാലും പട്ടിണിയാലും ദേശമായും പടുശീല പറഞ്ഞത് അവനോട് ചേർന്നുള്ള ജീവിതം. അതില്ല നമ്മൾ വായിക്കുന്നുണ്ട് റോമ 8:35. പട്ടിണിയോ വാളോ എന്തെല്ലാം വന്നാലും എന്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ വേർതിരിക്കാൻ സാധ്യമല്ല. അതില്ല ഇപ്രകാരം അത് ഒരു മാറ്റത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിശദീകരിക്കുന്നില്ല. ഞാനിപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന ക്രിസ്ത്യാനി ആര് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ പോവാൻ മുസ്ലിങ്ങളോട് നേരിട്ട് കണ്ടാൽ വരും പ്രഘോഷിക്കുക. നിങ്ങൾക്കറിയത്തില്ല, 15 വർഷക്കാലം മുസ്ലിങ്ങളുടെ പോയി ഞാൻ എല്ലാം അതെ ഇസ്ലാമിക് കമ്മ്യൂണിറ്റി രാജ്യങ്ങളിൽ പോയിരുന്നു. അന്ന് ഞാൻ ബോംബെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ പാസ്പോർട്ട് പിടിച്ച് ഇമിഗ്രേഷൻ നമ്മുടെ പാസ്പോർട്ട് പിടിച്ച് ചെക്ക് ചെയ്തു നിൽക്കുകയാണ്. അപ്പൊ എന്റെ ഫ്രണ്ടിൽ ചെറുപ്പക്കാരൻ 21 വയസ്സുണ്ട്. തലമുടിയൊക്കെ പകുതി ഇങ്ങനെ വെട്ടിയിട്ടുണ്ട്, പകുതി മുട്ട അടിച്ചിട്ടാണ്. അതിന് മറ്റേ ഇങ്ങനെ പെണ്ണിന്റെ തലമുടി ആളോട് പിന്നെയും പിടിക്കുന്നു. മേത്തെല്ലാം ടാറ്റു കുത്തിയിട്ടുണ്ട്. കോമാളിത്തർ ഒരു പണ്ട് കാലത്ത് നമുക്കറിയാമായിരുന്നു. ഇങ്ങനെ കോമാളിത്തർ വന്ന് വിദേശത്ത് ആളുകൾ നോക്കുമ്പോൾ വെള്ളക്കാരനാണ് വെളുത്ത തുടങ്ങി ഒരു കയ്യിൽ ഒത്തിരിക്കുന്ന കാറ് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അത് ഞാൻ നോക്കിയപ്പോൾ അവൻ പോലീസുമായി പടമുണ്ടാക്കുന്നത്. എന്റെ ദൈവങ്ങളെ എന്തുകൊണ്ടാണ് എന്റെ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കാത്തത്? ഞാൻ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാണ് എന്റെ ദൈവങ്ങളെ വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുവദിക്കാത്തത്? അതൊക്കെ 2 ദൈവങ്ങൾ കൈകൾ ചുണ്ടരി കഴുത്തേത് ഒരു പാമ്പ്. ഇതിനെ കൊണ്ട് പോകാനായിട്ട് അനുമാനം ചോദിക്കുന്നത് പോലീസ് ദൂരക്കാരെന്ന് ബഹളം വന്നു. ഞാൻ പിന്നിലായിരുന്നു. ഞാൻ എനിക്ക് കഴിയാൻ പറ്റും. അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പരിശുദ്ധാത്മാവിനോട് ഭാഷാത്തിൽ പ്രാർത്ഥിച്ച പരീക്ഷ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അത് അപ്പോൾ കർത്താവ് ഇവരുടെ പേരും ഇവൻ ആരാണെന്ന് വെളിപ്പെടുത്തി. ഞാൻ തോടെ കൈവിച്ചു ചോദിച്ചു, മോനെ നിന്റെ പേര് ജോസഫ് എന്നല്ലേ? നീ ഒരു ജർമ്മൻ കത്തോലിക്കലല്ലേ? ഈ 2 ജന്തുക്കളെ കൈവച്ചുകൊണ്ട് ദൈവം എന്ന് പറയാൻ നാണില്ല. ആരാ പറഞ്ഞത് ഞാൻ ജർമ്മൻ കത്തോലിക്കലാണ്? എന്റെ പേര് ജോസഫാണ്. എന്റെ ബെൽറ്റിന്റെ അടിയിൽ ചെറിയൊരു കുരിശുരൂപം ഉണ്ടായിരുന്നു. ആ കുരിശുരൂപമില്ലാതെ ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്ന പോവുകയില്ല. എപ്പോഴും കുരിശുരൂപമുണ്ട്, കീഴുണ്ട്, മറ്റേ കീഴെല്ലാം ഉണ്ട്. അപ്പൊ ഈ തരത്തിലെത്തിയാൽ പറഞ്ഞു, ഇതാണ് നിന്റെ എന്റെ ദൈവം. മോനെ അവന്റെ ആ കഥയിൽ കുത്തി തുറക്കപ്പെട്ട നിനക്ക് എനിക്കില്ല. അതാണ് നമ്മുടെ രക്ഷകനായ ഈശോ. അപ്പൊ അവൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്നെ മോനെന്ന് വിളിച്ചത്? ഇംഗ്ലീഷിൽ മൈസത്താണ് വിളിച്ചത്. ഞാൻ താരം മക്കളെന്ന് എല്ലാവരും വിളിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നീ എന്റെ മോനായിരുന്നു. പക്ഷെ ഒന്നുകൂടെ വിളിച്ചു. എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു പപ്പാന്ന് പറഞ്ഞു. പ്രേമകളെ അവന് ചോദിച്ചു, എങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ യേശു ആണ്? ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ പാമ്പിനെ ചുണ്ടലിയെ വെറിയിലാണെങ്കിൽ ഞാൻ പ്രേരിപ്പിച്ച് പറഞ്ഞു തരാം. കൊച്ചു കുട്ടികൾക്ക് അനുസരിച്ചു. പോലീസ് 1 മണിക്കൂർ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അവൻ അങ്ങനെ എടുത്ത് ഗൗത്തോടെ എറിഞ്ഞു. ആദ്യം തങ്ങി വെച്ചാൽ പറഞ്ഞു, തങ്ങി ഫാദർ എന്ന് പറഞ്ഞു. അത് അവൻ എന്നോട് പ്രേരിപ്പിക്കുന്നു. പ്രേമകളെ 4.5 മണിക്കൂർ നിന്നപ്പോൾ ഈശോയെ മാത്രം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ മോനെ വിളിക്കാൻ കാരണമുണ്ട്. ഞാൻ വൈദികന കത്തോലിക്ക പുരോഹിതൻ. അത് എന്തുകൊണ്ടാണ് കത്തോലിക്ക പുരോഹിതൻ അച്ഛാന്ന് വിളിക്കുന്നത്? അതിന് കാരണമുണ്ട്. അത് ഒരു കത്തോലിക്ക പുരോഹിതൻ കൂടിയാണ് ഒരാൾ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നതും ദൈവത്തെ അച്ഛ എന്ന് വിളിക്കുന്നത്, അപ്പ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛാന്ന് വിളിക്കുന്നത്. അപ്പോൾ നീ ഏതോ ഒരു കത്തോലിക്ക പുരോഹിതനും മാമൂൽ വാങ്ങിച്ചാണ് ജർമ്മനിയിൽ. അതുകൊണ്ട് ഞാൻ പിന്നെ അപ്പോൾ ഞാൻ ഇന്ന് മുതൽ അച്ഛ അപ്പാനെ വിളിക്കുള്ളൂ. വിളിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് അവന്റെ സ്നേഹരാജ്യത്തിൽ വീട്ടിലെ സ്നേഹവിധാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. 4.5 മണിക്കൂർ യേശുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അവന്റെ വലിയൊരു കുമ്പസാരമാണ്. അവൻ കത്തോലിക്കനായിരുന്നു. പക്ഷെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെടുത്തി ഇന്ത്യയിൽ വന്ന് പല ആശ്രമങ്ങളിലും അമ്പലങ്ങളിലും പോയി ശിവനെയും വിഷ്ണുവിനെയൊക്കെ വിളിച്ചൊക്കെ അവസാനം ഒരു ഗുരുവാണ് 2 ദൈവങ്ങളെ കൊടുത്തത്. യേശുവിനെയും അത് ഇനി കരുതലായിട്ടുള്ള ഭാവനെ കൊടുത്തുവിട്ട് നോക്കണം. അവിടുന്ന് അവർ മാനസാന്തരപ്പെട്ട് അത് കുമ്പസാരിച്ചു. ഞാൻ ഒരു ഹോട്ടലിൽ മാറിയപ്പോൾ 56 മുസ്ലിങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരാരും ജ്ഞാനസ്ഥാനം സ്വീകരിച്ചവരായിരുന്നില്ല.
കുർബാന സ്വീകരിക്കാൻ അർഹത ഉണ്ടായ വ്യക്തി ജോസഫായിരുന്നു. കുർബാന സ്വീകരിച്ചു, പതിയോടെ പറഞ്ഞു, ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞു, അച്ഛാ അപ്പ ഞാൻ ഇതാണ് അന്വേഷിച്ചത്, ഞാൻ അവനെ കണ്ടുമുട്ടി, ഞാൻ അവനോട് വിളിച്ചു. അത് അതേ വൈകുന്നേരം എന്നോട് പറ്റില്ല. എന്നിട്ട് ഉമ്മ വെച്ചു. പ്രേമയ്ക്ക് അതിനുശേഷം അത് എൻ്റെ കൂടെ 7 വർഷത്തിന് മുമ്പ് വരെ വലം കൈയായി മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കാനും സുവിശേഷം പ്രഘോഷിക്കാനും പ്രവർത്തിച്ചവരായിരുന്നു ജോസഫ് എന്നോ. 7 വർഷം മുമ്പ് ICC പിടികൂടി. അവർ 7 പേര് പ്രാർത്ഥന നടത്തുകയായിരുന്നു നാട്ടിൽ വെച്ച്. അത് ഇവന്റെ കാര്യത്തിൽ 2 ആഴ്ച കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. അത് മുസ്ലിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, അത് യേശുവിനെ ഉപേക്ഷിച്ച് ഉണ്ടായ ദൈവമായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞു. കഴുത്ത് വെട്ടിയാലും പാട്ട് ചെയ്തു. അതിനുശേഷം അത് വൃദ്ധരായവർ കൈ രണ്ടും വെട്ടി കൈ നിരത്തി വീട് കണ്ടപ്പോൾ പറഞ്ഞു, നമുക്ക് പിഴയുന്നതിന്റെ കൈകൾ പറയാണ് ക്രൈസ്തവർ കർത്താവ് യേശു ക്രിസ്തു ദൈവമാണ്. അവരതുപോലെ കാലും വെട്ടി. അപ്പോൾ അവരതിനെ പറഞ്ഞു, നാവും വെട്ടി കഴുത്തും വെട്ടി. ഈ സംഭവം അത് പ്രാർത്ഥനാഗ്രഹമാണ് ഈ വരുന്നത്. അത് ഞാൻ ഈ വീഴ്ചകളായിട്ടാണ് 4 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് ന്യൂസ് വന്നത്. നിശ്ചയമായിട്ടും കേട്ടപ്പോൾ പ്രതിസന്ധി തോന്നി എൻ്റെ മോനെ മരണത്തിന്. പക്ഷെ സന്തോഷവും തോന്നി. അത് ഒരു വീരോചിതമായ മരണങ്ങളുടെ രക്തസാക്ഷിയായി ഇപ്പോഴും എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇതൊക്കെ കർത്താവുമായിട്ട് എടുക്കുന്നു. ഇവിടെ നമ്മൾ എത്ര ക്രിസ്ത്യാനികൾ കാണുന്നു. ഞാനൊക്കെ വരാറുമ്പോഴേ അല്ലെങ്കിൽ കേരളത്തിൽ എന്ന് കർത്താവ് അത് കണിശമായിട്ടും അത് ഈ അടുത്തൊരു നാളുകളിൽ ശുദ്ധീകരണം നടത്തുന്നു, തുടങ്ങിക്കഴിഞ്ഞു. അത് ആഫ്രിക്കയിൽ മറ്റു അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാറുണ്ട്. അത് ലോകം മുഴുവനും ശുദ്ധീകരിക്കും. അത് ഞാൻ എന്റെ മനസ്സിൽ കാണുന്നത് പ്രാർത്ഥനയുടെ കർത്താവിനെ കാണിക്കുന്നത് 2033 ആകുമ്പോഴേക്ക് അപ്രകാരം ശുദ്ധീകരിക്കപ്പെട്ട ഒരുപക്ഷെ ഒരു കുറച്ചുപേർ മാത്രം ശിഷ്ടഭാഗമായി അത് തിരിസഭ ചുരുങ്ങും. എന്നാൽ അവർ ശക്തരായി അവർ കർത്താവിന് മുമ്പിൽ കർത്താവിനെ സ്തുതിക്കുന്നവരും കർത്താവിനെ സ്നേഹിക്കുന്നവരും ഉത്തമ ക്രൈസ്തവ ജീവിതം ജീവിക്കുന്നവരുമായിരിക്കും. നോക്കൂ, ഞാൻ വായിക്കുന്നു. അത് റോമാക്കാരുടെ ലേഖനത്തിന്റെ അത് ഭാഗം. എന്നാൽ ദൈവം മറുപടി പറഞ്ഞു, ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലുണ്ട്. കർത്താവ് അപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് നടത്തും. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളി തരികയാണ്. ഞാൻ അയക്കുന്ന 1000 പേര് അതിന് അത് ഈ ശുദ്ധീകരണ പ്രക്രിയയില് നമ്മൾ അത് വിശ്വാസം ഉറച്ചു നിൽക്കുക. സമയമുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് വായിക്കുക. എബ്രായക്കാർക്ക് ലേഖനം അത് 11-ാം അധ്യായം വളരെ മനോഹരമായിട്ടാണ് ആളുകൾ കേൾക്കുക, വായിക്കും. ദാനിയേൽ അതിനെപ്പറ്റി വളരെ ശക്തമായ ഒരു വീഡിയോ ആയിട്ടുണ്ടായി. അതായത് എപ്രകാരം പറയാണ്, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെടും. മെച്ചപ്പെട്ട പുനരുത്ഥാനം ഭാവിക്കാൻ വേണ്ടി കീഴിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. പരിഹാസവും കമറ്റേടിയും ബന്ധനവും കാരാഗ്രഹവാസവും. ചിലരെ കല്ലെടുത്തു, ചിലർ വിചാരണ ചെയ്തു, 2 വെട്ടുമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വലിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാളുകളെയും കൊടാളുകളെയും തോൽ ധരിച്ച് നിസ്സഹാരായും വേദന അനുഭവിക്കുന്നവരായി പീഡിതരായി വളർന്നു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിന് ഇല്ലായിരുന്നു. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടും. അതിന്റെ അത് പ്രവചനമാണ്. നിങ്ങൾ വായിച്ചാൽ വീട്ടിൽ എബ്രായർ പറയുന്നത്. അതായത് വീടില്ല, പാർപ്പിടമില്ല, തീർന്നിട്ടില്ല, എല്ലാം പറയാണ്. അവരിങ്ങനെ അവിടെ ഇവിടെ വലഞ്ഞു തിരിഞ്ഞ് അവശിഷ്ടമായി മാറും. അവരെ സ്വീകരിക്കാൻ ലോകത്തിന് സ്വന്തമാക്കാൻ യോഗ്യതയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വിജാതിയർ എന്ന് വിളിക്കുന്നവർ നമ്മളെ നോക്കി അതെ ഒരുപക്ഷെ അസൂയ കാര്യം നമുക്ക് പാർപ്പിടം കാണില്ല. ഒരുപക്ഷെ വിദേശത്ത് പോകാൻ സാധിക്കുന്നില്ല. ഈ പറഞ്ഞ പീഡനങ്ങളെല്ലാം ഉണ്ടാകും. അവർ ശുദ്ധീകരിക്കപ്പെട്ട കർത്താവിന്റെ മുമ്പിലെ വിശുദ്ധരായിരിക്കും. ആ വിശുദ്ധയുടെ കൂട്ടത്തിൽ ഞാനും നീയും ഉണ്ടാവണം. ഇതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ചലഞ്ച്, ഞാൻ നിങ്ങൾക്ക് തരുന്ന വെല്ലുവിളി. ഞാൻ തരുന്നതല്ല, ഈശോ തരുന്നത് ആണ്.